ഹലോ മുത്തുമണീസ്, അങ്ങനെ കൊടപ്പുളിയുടെ സംഭവം കഴിഞ്ഞു കേട്ടാ. മരമൊക്കെ വെട്ടി കഷ്ണങ്ങളാക്കി. കൊടപ്പുളി വെട്ടുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു അടയ്ക്ക വീണിട്ടുണ്ടായിരുന്നു എന്ന്. അടയ്ക്ക ഷീറ്റിൻ്റെ മുകളിലേക്കാണ് വീണത്. ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല. അപ്പോൾ അതിൻ്റെ ഒരു പീസ് ഞങ്ങൾ അടയ്ക്കയിൽ നിന്ന് ഷീറ്റിൽ നിന്ന് വലിച്ചെടുത്ത് പിന്നെ അപ്പോഴേക്ക് ഇവിടെ ഞങ്ങൾ താഴെ കൊടപ്പുളി ഉണക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് ചവിട്ടിയിലാണ് ഇട്ടത്. താഴെ ഇട്ട് കഴിഞ്ഞാൽ കൊടപ്പുളിയുടെ ആ പുളിവെള്ളത്തിൻ്റെ ഇത് ഇറങ്ങിയിട്ട് ടെറസിന് പ്രശ്നം വരണ്ടാന്ന് വിചാരിച്ചിട്ട് അടയ്ക്കേനെ ഞങ്ങൾ താഴോട്ട് അങ്ങോട്ട് വലിച്ചെറിഞ്ഞ് സംസ്കരിച്ചു കൂട്ടാ. അങ്ങനെ അടയ്ക്കും കൊടപ്പുളിയൊക്കെ ഓർമ്മകളായി. അപ്പം ഉണ്ടാ നോക്കിയപ്പോൾ ടെറസിൽ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുക. അപ്പോൾ ഫ്രണ്ട് ജനലിലാണെങ്കിൽ നിറയെ കരിമ്പന അടിച്ചിട്ട് ഇതവണ റംസാന് തുടയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഹോസ്പിറ്റലായി കാരണമുണ്ട്. അപ്പോൾ ഇന്ന് അങ്ങോട്ട് ഇറങ്ങി തുടയ്ക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ വിചാരിച്ച അത്ര അങ്ങോട്ട് ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേക്ക് മഴ പെയ്തു. എന്നാലും ഞാൻ വിട്ടുകൊടുത്തില്ല. മാറാമ്പലക്കോലും ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു 3/4 ഭാഗം ക്ലീൻ ചെയ്ത് എടുത്തു. മനസ്സിനൊരു സംതൃപ്തി ആയിട്ടില്ല കേട്ടാ. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഒരു ദിവസം നമുക്ക് കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.